ആദ്യമായാണ് ഒരു ആത്മഹത്യാക്കുറിപ്പ് വായിക്കുന്നത്. വിഭജികയുടെ ജീവിക്കാനുള്ള ആഗ്രഹം അവളിൽ നിന്നും ഭർത്താവും കുടുംബവും ചേർന്ന് പറിച്ചെടുത്തതാണ്. അപൂർണമായ അർത്ഥം മുറിഞ്ഞുപോകുന്ന ആ വരികൾക്കിടയിൽ മരണഭയം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നിട്ടും അവൾ അത് ചെയ്തെങ്കിൽ ആരാണ് ഉത്തരവാദി? ഇത് ഒരു വിഭജികയുടെ മാത്രം ജീവിതമല്ല. ഉത്രയായും വിസ്മയയായും ഒക്കെ നമ്മൾ പലകുറി കണ്ട ജീവിതമാണ്. വളർത്തി വലുതാക്കി വില പറഞ്ഞുറപ്പിച്ച് വിവാഹം കഴിപ്പിക്കുന്ന എത്ര മാതാപിതാക്കൾ മകളുടെ ഭർതൃവീട്ടിലെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്? അവളെ കേൾക്കാൻ, പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ, കൂടെ നിൽക്കാൻ, പറ്റില്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരാൻ പറയാൻ തയ്യാറാകുന്ന എത്ര വീട്ടുകാരുണ്ട്? വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ എന്തെങ്കിലും മകൾ പറഞ്ഞാൽ ആഡംബര വിവാഹത്തിന്റെ കണക്കു പറഞ്ഞും സഹനത്തിന്റെയും ക്ഷമയുടെയും ആവശ്യകത പറഞ്ഞും വായടപ്പിക്കാൻ ശ്രമിക്കുന്ന എത്ര മാതാപിതാക്കൾ, ബന്ധുക്കൾ ഭർത്താവെന്നു പറയുന്നവന്റെ സ്വഭാവത്തെപ്പറ്റി, പെരുമാറ്റത്തെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്? നല്ല വിദ്യാഭ്യാസം, ജോലി, തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ വ്യക്തമാക്കാനുമുള്ള കഴിവ്, ഇതാണ് ഒരു മകൾക്ക് വേണ്ടത് എന്ന് അച്ഛനമ്മമാർ എന്നാണ് പഠിക്കുക? സ്ത്രീധനം എന്ന പേരിൽ നടക്കുന്ന വിവാഹ കച്ചവടങ്ങൾക്ക് നോ പറയാൻ പെൺകുട്ടികൾ ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ്? ടോക്സിക് ബന്ധങ്ങൾ കണ്ടാൽ, മനസ്സിലായാൽ പുറത്തുവരിക എന്നതാണ് പ്രധാനം. അതിൽ പേടി കാണിക്കരുത്. ആരുടെയും സമ്മതം കാത്തുനിൽക്കുകയും അരുത്. ഓഫർ പോലെ കിട്ടുന്ന എന്തിനും അതിന്റെ വിലയെ കാണൂ. മോടി തീരുമ്പോൾ, കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ ഇത്തരം അവസ്ഥകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും.